നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് റബ്ബർ വില കിലോ 190 രൂപയിൽ നിന്ന് 191 ഉയർന്ന് ഇടപാടുകൾ നടന്നു. 5-ാം ഗ്രേഡ് 187 രൂപയ്ക്ക് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ശേഖരിച്ചു. രാത്രി ശൈത്യം ശക്തമായത് റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് പല ഭാഗങ്ങളിലും ഉയർത്തി. അതേസമയം പകൽ ചൂടിന് കാഠിന്യമേറിയതോടെ മരങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമാണ്. രാജ്യാന്തര വിപണിയിൽ റബ്ബർ അവധി വില തുടർച്ചയായ 6-ാം വാരത്തിലും നേട്ടത്തിലാണ്. കുരുമുളക് ഉൽപ്പാദകരും സ്റ്റോക്ക് എടുക്കുന്നവരും ഉൽപ്പന്ന വില വീണ്ടും മുന്നേറുമെന്ന പ്രതീക്ഷ നിലനിർത്തി. ഇന്നലെ ക്വിൻ്റലിന് 200 രൂപ നേട്ടത്തിൽ 69,500 രൂപയിലേക്ക് കയറിയ അൺകാർബിഡ് മുളക് വില ഇന്ന് 69,500 രൂപയായി കയറി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലബാർ മുളകിൻ്റെ ലഭ്യത കുറഞ്ഞത് വ്യവസായികളെ വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നു. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $8,100. നാളികേര മേഖല വിളവെടുപ്പിന് തയ്യാറെടുക്കുന്നു. പുതിയ സീസണിൽ വിളവ് ഉയരുമെന്ന സൂചനയാണ് ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. പിന്നിട്ട 2 വർഷങ്ങളിൽ വരൾച്ച മൂലം മച്ചിങ്ങ കൊഴിച്ചിൽ വ്യാപകമായത് നാളികേര ഉൽപ്പാദനത്തെ ബാധിച്ചിരുന്നു. ഇത് വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും റെക്കോർഡ് വിലക്കയറ്റത്തിന് വഴിതെളിച്ചെങ്കിലും പുതിയ സാഹചര്യത്തിൽ ലഭ്യത ഉയരുമെന്നത് എണ്ണയുടെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്താം. കൊച്ചി വിപണിയിൽ തുടർച്ചയായ 6-ാം ദിവസവും വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല. തമിഴ്നാട് വിപണി ഇന്നും അവധിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.